Everybody knows that the LDF leadership is corrupt. എല്ലാവർക്കും അറിയാം ഇവിടുത്തെ LDF-ന്റെ നേതൃത്വം അവർ കീഴടങ്ങിയിരിക്കുകയാണ്. There are cases ongoing, but there is no pressure on them from the BJP. There is no interrogation. There are no threats from the BJP on them. അവരുടെ നേരെ അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചോളം യാതൊരു ഭീഷണിയും BJP-യുടെ നേരിൽ നിന്ന് അവർക്കൊരു ഭീഷണിയും നേരിടുന്നില്ല. And the second reason is the Prime Minister came here yesterday to Kerala. ഇവിടെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്നലെ കേരളത്തിൽ പ്രധാനമന്ത്രി എത്തിയിരുന്നു. Wherever he goes, he talks about temples and religion. അദ്ദേഹം എവിടെയെല്ലാം പോയാലും അദ്ദേഹം മതത്തെക്കുറിച്ചും ക്ഷേത്രങ്ങളെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. In every speech, he's talking about temple and religion. അദ്ദേഹത്തിന്റെ എല്ലാ പ്രസംഗങ്ങളിലും അദ്ദേഹം പറയുന്നത് അമ്പലങ്ങളെക്കുറിച്ചും അവിടുത്തെ മതത്തെക്കുറിച്ചുമാണ്. But somehow, he has forgotten about what happened in Sabarimala. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹം കേരളത്തിൽ വരുമ്പോൾ ശബരിമലയെക്കുറിച്ച് അദ്ദേഹം മറന്നുപോവുകയാണ്. He has forgotten that the left front leaders stole from Ayyappaji. അദ്ദേഹം കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കന്മാർ ശബരിമല അയ്യന്റെ സ്വത്ത് കവർന്നു എന്നുള്ളത് മറക്കുകയാണ്. സ്വർണം കവർന്നു എന്നുള്ളത് മറക്കുകയാണ്. He has forgotten that the left front leaders took the gold of Ayyappa temple and replaced it with brass. അദ്ദേഹം മറന്നുപോവുകയാണ് ശബരിമലയിലെ അയ്യപ്പന്റെ ക്ഷേത്രത്തിലുള്ള സ്വർണം അവിടെ നിന്ന് കട്ടെടുത്തു കൊണ്ടുപോയി അതിൽ ചെമ്പാക്കി മാറ്റി അവിടെ വെച്ചു എന്നുള്ളത് അദ്ദേഹം മറക്കുകയാണ്. So because he does not want to damage the BJP, he has kept quiet about the crime that has taken place against the holiest temple. പക്ഷേ CPM-നെ രക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഈ രാജ്യത്തെ ഏറ്റവും പവിത്രമായ ക്ഷേത്രത്തിൽ നടന്ന കൊള്ളയെ അദ്ദേഹം മറച്ചു വെക്കുകയാണ്. This shows two things. The first thing it shows is that BJP and LDF are joined together. ഇതിൽ രണ്ട് കാര്യങ്ങൾ വെളിവാവുകയാണ്. അതിലൊന്ന് LDF-ഉം BJP-യും ഇതിൽ ഒരേ പക്ഷത്ത് നിൽക്കുകയാണ്. And the second thing it shows is Narendra Modi does not care anything about religion, Hinduism or temples. രണ്ടാമത് വെളിവാകുന്നത് നരേന്ദ്രമോദി ഹിന്ദു മതത്തെക്കുറിച്ചോ ക്ഷേത്രങ്ങളെക്കുറിച്ചോ ഒന്നും വേവലാതിപ്പെടുന്നില്ല എന്നുള്ളതാണ്. For him, if he gets a vote from the temple, then he will talk about the temple. അദ്ദേഹം നരേന്ദ്രമോദിയെ സംബന്ധിച്ചോളം ആ ക്ഷേത്രത്തിൽ നിന്ന് അദ്ദേഹത്തിന് വോട്ട് ലഭിക്കുമെങ്കിൽ അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിക്കും. If he wants to protect the interest of the LDF, then he will not speak about the temple. LDF-ന്റെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിനെക്കുറിച്ച് സംബന്ധില്ല. We don't make big speeches, but I guarantee you that the UDF government is going to make sure that the criminals who stole from the temple are finished, provided are given the punishment that they deserve. നമുക്ക് വലിയ പ്രസംഗങ്ങളൊന്നുമില്ല, പക്ഷെ ഒരു കാര്യം ഉറപ്പു തരുന്നു, UDF അധികാരത്തിലേക്ക് വന്നാൽ ശബരിമലയിലെ അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ കൊള്ള നടത്തിയവരെ നമ്മൾ ശിക്ഷിക്കും. അവർ അതിനകത്തുള്ള അർഹിക്കുന്ന ശിക്ഷ ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കും.